സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കർ ബിരിയാണിയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണി. നമ്മൾ നോർമലി ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ദമ്മൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുക, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, ഇതേപോലെ പെട്ടെന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി വേണം. ഇത് വയനാടൻ കൈമ ജീരകശാല എന്നൊക്കെ പറയുന്ന ടൈപ്പ് അരിയാണ് എടുത്തത്. ഇത് 4 കപ്പ് എടുത്തിട്ടുണ്ട്. അരി നമുക്ക് ജീരകശാലയോ അല്ലെങ്കിൽ ബസ്മതിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. പിന്നെ ഈ അരി നമുക്ക് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെക്കണം. ഇത് ഏകദേശം ഒരു 5-6 ആൾക്കാർക്ക് വയ്ക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ 1 കിലോ ചിക്കൻ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മസാല പുരട്ടി കൊടുക്കണം. പിന്നെ ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കുറച്ച് ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികൾ ചേർക്കരുത്, മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതലായി നമ്മൾ റൈസിൻ്റെ കളറിനാകെ ചേഞ്ച് ആയിപ്പോകും. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ ഉള്ളി, 1 വലിയ തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക്, പിന്നെ ചെറുതായി അരിഞ്ഞ മല്ലി പുതിന. പിന്നെ കുറച്ച് ഓയിൽ വേണം, ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ചെറുനാരങ്ങ, ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്കായ, കുറച്ച് വലിയ ജീരകം. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ വേണം. അത് നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോൾ എടുത്തത് 2 വലിയ ഉള്ളിയാണ്, ചെറുതൊക്കെ ആണെങ്കിൽ 3-4 ഒക്കെ എടുക്കാം. ഉള്ളി നമ്മൾ ഒരു 2-3 മിനിറ്റെങ്കിലും നല്ലപോലെ വാട്ടിയെടുക്കണം, അതിൻ്റെ ആ കടിയൊക്കെ മാറി കിട്ടണം. എന്നാൽ മാത്രം നമ്മൾ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് ഇവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി, 1 വലിയ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഇവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലിപ്പോൾ മസാലയൊക്കെ ഒന്ന് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ തക്കാളി ഒരുപാട് സമയം വഴറ്റണ്ട, നമ്മൾ ലാസ്റ്റ് റൈസൊക്കെ കുക്ക് വരുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. പക്ഷേ ഉള്ളി വാട്ടിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് കടിക്കും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ ഒരു ടൈപ്പ് കപ്പ് എടുത്തിരിക്കുന്നതിൽ 4 കപ്പ് അരി എടുത്തിരിക്കുന്നത്. 1 കപ്പിന് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 4 കപ്പിന് 6 കപ്പ് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് ഇത് കറക്റ്റാണ്, ഇതിൽ കൂടാൻ പാടില്ല. കൂടാൻ പിന്നെ നമ്മൾ റൈസ് ആകെ കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലി പുതിനയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കണം. അരി നമ്മൾ നല്ലപോലെ കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയാണ്. ഇപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. കറക്റ്റ് 1 വിസിൽ മതി. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഫുള്ള് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പൊന്നും തുറക്കാൻ പാടില്ല. ഫുൾ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാ, ആഹാ, അടിപൊളി, നല്ല സ്മെല്ല്, നല്ല വേവൊക്കെ നല്ല കറക്റ്റാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. മാക്സിമം ഒരു 15 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു, ബൈ.